ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലും കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഒരു തുള്ളി എണ്ണയൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ 2 ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് അലിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പതഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ടൈമിലേക്ക് ഞാനിതാ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നന്നായിട്ട് ചൂടാകുന്ന സമയത്തേക്ക് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിതാ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇനി ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് ഭാഗവും നല്ല പോലെ തന്നെ ഇതിൽ നിന്ന് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെ നല്ല കുഴിയുള്ള പാൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. നല്ല പരന്ന പാനാണെങ്കിൽ നമുക്കിത് നല്ല പോലെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയൂല. അപ്പോൾ ഒരു 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ളത് പാൻ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്തൊന്നും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാതെ നോക്കുക. നമ്മുടെ ഈ ഒരു പാല് ഈ ഒരു ബ്രെഡ് നല്ല പോലെ തന്നെ ഒന്ന് കുടിച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു പാല് ഇതിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി നെയ്യ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മറ്റേ സൈഡിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ ഈസിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി മറ്റൊരു ഭാഗവും ഇതുപോലെ മുരിഞ്ഞ് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഇതാ കുറച്ചുകൂടി പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലിലൊക്കെ കിടന്ന് കുതിർന്ന് നമ്മുടെ മുട്ടയൊക്കെ ഇതിൽ ചേർത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോമ്പിനൊക്കെ ഈ ഒരു 2 എണ്ണം മാത്രം മതി കേട്ടോ വയറ് ഫുള്ളായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗവും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം 2 ഭാഗവും നമുക്ക് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനൊരു 8-9ഓളം ബ്രെഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം പാല് എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 2 മുട്ട കൊണ്ടാണ് ഇത്രത്തോളം സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. കഴിക്കാനും അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ പാല് എത്രത്തോളം ബ്രെഡ് ഇതിൽ നിന്ന് കുടിച്ചെടുത്തിട്ടുണ്ടെന്ന്. നമ്മുടെ ബ്രെഡ് കണ്ടില്ലേ നന്നായിട്ട് കുതിർന്നിട്ട് ആ ഒരു പാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഫ്ലേവർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈം, സ്നാക്സ് ടൈം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.